Quarrels of lovers are the renewal of love. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. കൊച്ചു കൊച്ചു പിണക്കങ്ങളുണ്ടായാലും പ്രണയം അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? വഴക്കുകളൊക്കെ അതിര് വിടുമ്പോഴാണേ പ്രശ്നം. പലപ്പോഴും നമുക്ക് പ്രണയം നഷ്ടപ്പെടുന്ന നമ്മൾ കാരണം തന്നെയാന്നേ. എന്നിട്ട് പിന്നെ പ്രണയവേ പേടിയാവും, അതിൽ നിന്ന് ഓടി ഒളിക്കും. അങ്ങനെ കുറേ നാളെ പ്രണയിക്കാതിരുന്ന് കഴിയുമ്പോൾ മനസ്സ് ഇതൊക്കെ പതുക്കെ പതുക്കെ മറക്കും. മുറിവുകൾ ഉണങ്ങി തുടങ്ങും. നമ്മൾ വീണ്ടും പ്രണയത്തിലാകും. കുറച്ച് നാളെ മാറി നിന്നിട്ട് പിന്നീട് സംഭവിക്കുന്ന ഈ പ്രണയല്ലേ, അതിന് മധുരം കൂടും. ആ പഴയ ത്രില്ലും എക്സൈറ്റ്മെന്റും ഒക്കെ തിരിച്ചു വരും അല്ലേ? ആണോ? എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പിന്നെ ഡാലിയ മനോജിൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ പറഞ്ഞിട്ടുണ്ട് മനീഷ് ഐ ലവ് യു എന്ന്. അവൾക്ക് വേണ്ടി തട്ടത്തിൻ മറയത്തിലെ ഒരു സോങ് വെച്ച് തരാമെന്ന് പേര് പറയാത്ത ഒരാൾ ചോദിച്ചിട്ടുണ്ട്. തട്ടത്തിൻ മറയത്തിലെ സോങ് ഞാൻ വെച്ച് തരാം, കൃത്യം എപ്പോഴാന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു മൈ ഡിയർ ലിനി എന്ന ആശി ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു അയച്ചു തന്നിട്ടുണ്ട്. ഷീന പറഞ്ഞിരിക്കുന്നു മിഥ്യ ഐ ലവ് യു. മിഥ്യ, ഇതിൽ ഏതാ ആൺകുട്ടി ഏതാ പെൺകുട്ടി എന്ന് എങ്ങനെ മനസ്സിലാവുക? പിന്നെ ഐ ലവ് യു മനീഷ എന്നൊരു മെസ്സേജ് ഉണ്ട്. ഐ ലവ് യു ജോയ്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അനു ലവ് സുനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് യു എബ്ന എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം അത് എന്തെന്നില്ലാതെ ആനന്ദിക്കുന്നു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ലവ് യു സൂര്യ എന്ന് വിച്ചു പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് യു മൈ ഡിയർ ലീനക്കുട്ടി എന്നൊരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡിയറസ്റ്റ് ലവറിന് വേണ്ടിയിട്ട് ഒരു റൊമാൻറ്റിക് സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചത് ശ്രീകലയാണ്. ഓഫ്കോഴ്സ് ശ്രീകല. ഈ പാട്ടേ ശ്രീകലയുടെ ആ ലവറിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കും ഇങ്ങനെ ഒരു പാട്ട് ചോദിക്കാം, മെസ്സേജ് അയക്കാം. നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM കൂടെ റീനു. പ്രണയത്തിൽ നിന്ന് മാറി നിന്ന് പ്രണയം എന്താണെന്ന് തന്നെ മറന്നിട്ട് പ്രണയിക്കണം, അപ്പോൾ എക്സൈറ്റ്മെന്റ് കൂടും എന്ന് സിനി റീനുവിൻ്റെ അടുത്ത് പറഞ്ഞു. ജെഫ്സൽ പറഞ്ഞു ഏത് പ്രണയത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതിന് പ്രണയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നൊന്നും ഇല്ല എന്ന്. കേട്ടിട്ടൊരു സ്ഥിരം കാമുകനാന്ന് തോന്നുന്നുണ്ടല്ലോ. സോണി പറഞ്ഞു വളരെ സത്യമാണ്, അടുപ്പിച്ച് പ്രണയിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഗ്യാപ്പ് ഇട്ട് പ്രണയിക്കാന്ന്. പറയാനൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ സംഭവിക്കുന്നത് സോണി? അറിഞ്ഞല്ലല്ലോ പ്രണയം നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നീടൊരു പ്രണയം സംഭവിക്കുന്നതും നമ്മുടെ ഇഷ്ടത്തോടെ അല്ലല്ലോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു തവണ പ്രണയിച്ചിട്ട് ആ പ്രണയം നഷ്ടപ്പെട്ട ചാടിക്കേറി വേറൊരു പ്രണയത്തിലാകാതെ ഇരുന്നാൽ രണ്ടാമത്തെ പ്രണയത്തിന് ആദ്യത്തെ പ്രണയത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വരുമെന്ന് ആകെ കൺഫ്യൂഷനായോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കൂടി പ്രണയത്തിലാകുവാണെങ്കിൽ ഒരു ലോങ് ഗ്യാപ്പ് ഇടയിലുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രണയവും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കുമെന്ന്. ആണോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഒന്ന് പോസ്റ്റ് ചെയ്യൂ ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു. ഹായ് റീനു, ദിസ് ഇസ് ശിശിര. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ ശരത്തേട്ടന് വേണ്ടി ഒരു നല്ല പ്രണയഗാനം വെച്ച് തരുമോ പ്ലീസ് റീനു? എൻ്റെ ചക്കര റീനു അല്ലേ, എൻ്റെ മുത്തല്ലേ, എൻ്റെ പഞ്ചാരല്ലേ, പ്ലീസ് എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിനെ ശിശിര അയച്ചു തന്നിട്ടുണ്ട്. ഇത്രയൊന്നും പഞ്ചാര അടിക്കണ്ട, പാട്ട് വെച്ചാൽ കേട്ടോ. പിന്നെ ഐ ലവ് യു വിഫിൻ ചേട്ടാ എന്ന് അച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാമായ ഏഞ്ചലിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ലവ് സോങ്സ് കൂടി ആഡ് ചെയ്യാവോ? പേര് പറയാത്തയാളെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. പിന്നെ വിനു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
ജ്യോതി പറഞ്ഞിരിക്കുന്നത് ഷീമോൺ യു ഗൈസ് ഐ എം സ്റ്റിൽ സിംഗിൾ വോണ്ട് ഡെഡിക്കേറ്റ് ദ നെക്സ്റ്റ് സോങ് ഫോർ ഓൾ ദ സിംഗിൾ വൺസ്. നിങ്ങൾ ആൺകുട്ടികളെ കേട്ടോ, ജ്യോതി ഇപ്പോഴും സിംഗിളാണ്. നിങ്ങൾ ആൺകുട്ടികളെ കളിയാക്കിയിരിക്കുക, ആരും പ്രപ്പോസ് ചെയ്യാത്തതിനും പ്രണയിക്കാത്തതിനും. ചേ ഇങ്ങനെയൊക്കെ കേൾപ്പിക്കണോ? പിന്നെ ദിയ ലവ് സജ്മൽ എന്നൊരു മെസ്സേജ് ഉണ്ട്. ഐ മിസ് യു രഞ്ജിത്ത് വിത്ത് ലവ് യുവർ അഹല്യ എന്നൊരു മെസ്സേജ്. മൈ നെയിം ഇസ് ഷോവിൻ, ഐ ലവ് ഷെറിൻ, ഐ വോണ്ട് എ സോങ് ഫോർ ഹർ, ഐ വോണ്ട് ടു ടെൽ മൈ ലവ് ടു ഹർ, ഐ വോണ്ട് ടു നോ ഹൂ. അതെന്ത് മെസ്സേജ് അത്? ഷെറിനെ അറിയത്തില്ല എന്നാ, അതോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? ഐ വോണ്ട് ടു നോ ഹൗ ആയിരുന്നു ഉദ്ദേശിച്ചേ? എന്താണെങ്കിലും ഒന്ന് പറയാം, നേരിട്ട് പറയലല്ലാതെ ഇതിലൊന്നും എളുപ്പ വഴികളൊന്നുമില്ല. ചെറിയൊരു റിസ്ക് അതെടുക്കാതെ പറ്റത്തില്ല അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്.